പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റ് തകർന്നു എന്ന് നമ്മുടെ സംയുക്ത സേനാ മേധാവി CDS അനിൽ ചൗഹാൻ പറഞ്ഞത് ആഘോഷമാക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം തകർന്നാൽ നമുക്ക് പുല്ലാണ്. ഒരു യുദ്ധവിമാനം തകർന്നാൽ ഒന്നിനു പകരം 10 എണ്ണം വാങ്ങിക്കാൻ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തെണ്ടേണ്ട അവസ്ഥ ഇന്ന് ഇന്ത്യക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. മോഡേൺ യുദ്ധോപകരണങ്ങൾ കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാനാകില്ല എന്ന് 2025 ഇന്ത്യ ലോകത്തിനു മുൻപിൽ കാണിച്ചു കൊടുത്തു. ഉക്രൈൻ എന്ന ചെറിയ രാജ്യത്തിനു മുൻപിൽ റഷ്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി പരാജയപ്പെട്ട അതേ ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചിട്ടത്. അമേരിക്കയുടെ ഏറ്റവും നൂതനമായ ഫൈറ്റർ ജെറ്റ് F-16, ചൈനീസ് നിർമ്മിത J-20 ഉൾപ്പെടെ 6ഓളം യുദ്ധവിമാനങ്ങളെയാണ് ഇന്ത്യൻ സേന ആകാശത്ത് വെച്ച് തന്നെ വീഴ്ത്തിയത്. കനത്ത വ്യോമ പ്രതിരോധ കവചമൊരുക്കിയ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളെ 300 കിലോമീറ്ററിനുള്ളിൽ കടന്ന് കൃത്യതയോടെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളുടെ പരീക്ഷണമായിരുന്നു നടന്നത്. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തെയും ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തെയും തവിടുപൊടിയാക്കി ഇന്ത്യ ലോകത്തിനു മുൻപിൽ അവരെ നാണം കെടുത്തി. പാകിസ്ഥാനിൽ അമേരിക്കയുടെ നിരീക്ഷണമുണ്ടായിരുന്ന നൂർഖാൻ എയർബേസ് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി അമേരിക്ക ഇവരെ ഞെട്ടിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യ ആക്രമണം നിർത്തണമെന്ന അപേക്ഷയുമായി പാകിസ്ഥാന്റെ DGMO വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ആക്രമണം നിർത്തിയത്. മേക്ക് ഇൻ ഇന്ത്യയെ കളിയാക്കിയവർ അറിയുവാൻ ആയുധ കയറ്റുമതിയിൽ ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്ന ഇന്ത്യ വരുന്ന വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലെത്തും. വെറുമൊരു റാഫേലിൽ തീരുന്നതല്ല ഇന്ത്യയുടെ ആയുധശേഷി. അഗ്നി, പൃഥ്വി, ബ്രഹ്മോസ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആയുധശേഷിയുള്ള ഇന്ത്യയുടെ 100% യുദ്ധശേഷി മാത്രമേ ഇപ്പോൾ പാകിസ്ഥാൻ കണ്ടുള്ളൂ. പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ എങ്ങനെ കൊല്ലാമെന്ന ഗവേഷണത്തിൽ ഏർപ്പെട്ടിരുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഇനി ചൊറിയാൻ ചെന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പച്ചയ്ക്ക് കത്തിക്കാനും അവർ മടിക്കില്ല.